പറഞ്ഞതോർമ്മയുണ്ടല്ലോ, മിണ്ടാതെ ഉരിയാടാതെ. അയ്യോ സ്വാമി, വീണ്ടും വന്നു സ്വാമി. പേടിക്കണ്ട, പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ. ഇതിന്റെ കളറ് കൊള്ളാല്ലേ? എങ്കിൽ ഇത് സെലക്ട് ചെയ്യട്ടെ. പൃഥ്വി, എന്താ ചെറിയമ്മേ, എന്തൊരു ടെൻഷൻ പോലെ? സഹദേവേട്ടനെ കാണുന്നില്ല മോനെ. നീ ഏട്ടനെ കണ്ടിരുന്നോ? ഇല്ല. ചെറിയച്ഛൻ എവിടെ പോയതാ? അറിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ റൂമിലില്ല. അല്ല, എങ്കിൽ ഫോണിലൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ. ഈ മനുഷ്യൻ എവിടെ പോയതെന്ന് അറിയാനിട്ട് ഒരു സമാധാനവും ഇല്ല. ആരോടൊന്നും പറയാതെ ചെറിയച്ഛൻ എവിടെ പോയതായിരിക്കും? എന്നോട് പറയാതെ ഒരു സ്ഥലത്തും പോവാത്ത ആളായിരുന്നു. ഇപ്പൊ എന്തെയും മാറ്റമൊന്നും മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. അതെ, ഏതായാലും ദൂരെ ഒരിടത്തേക്കും പോയി കാണില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പറയുമല്ലോ. ഇന്നലെ രാത്രി സഹദേവേട്ടൻ എന്തോ കണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട്. അതാ എന്റെ ടെൻഷൻ. പുറത്തുള്ളവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി എന്തൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? അഷിത, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ പറയുന്നേ? ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഇനി സ്വയം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അഷി, വേണ്ട. വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അഷി പറഞ്ഞില്ല എന്താ തെറ്റ്? ഇന്നേ വരെ ഈ വീട്ടിൽ നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ വന്നതിന് ശേഷം നടക്കുന്നത്. നിങ്ങൾ പരസ്പരം ഓരോന്ന് പറഞ്ഞ് തർക്കിച്ച് സമയം കളയാതെ എന്റെ സഹദേവേട്ടൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്ക്. ചെറിയമ്മ വിഷമിക്കാതെ, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറിയച്ഛനിങ്ങ് വരും. അതെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. ഇതൊന്നുമല്ല. ഇനി അങ്ങേരാ പഴയ ബന്ധം അങ്ങനെ പുതുക്കാൻ പോയോന്നാ എന്റെ പേടി. ചെറിയച്ഛൻ പഴയ കാമുകിയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നും ആവില്ല. അതൊക്കെ ചെറിയമ്മയ്ക്ക് വെറുതെ തോന്നുക. എനിക്കൊന്നും അറിയില്ല. ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഈ മനുഷ്യനത് എവിടെയാണോ എന്തോ. വാ നോക്കാം.